ഭുവനേശ്വരി ഭവാനി. ഭുവനേശ്വരി ഭവാനി. ദേവീ ചൈതന്യം മനുഷ്യജീവിതത്തിൽ അനുഭവമാകുന്ന ഇടങ്ങളാണ് കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങൾ. ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നൂറ്റാണ്ടുകളുടെ വിശ്വാസവും ചേർന്ന് ആത്മീയതയുടെ ദീപം തെളിയിക്കുന്ന അനേകം ക്ഷേത്രങ്ങളിൽ അതുല്യമായ സ്ഥാനമാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ മേക്കിങ്കര നീലകേശി മുടിപ്പുരയ്ക്കുള്ളത്. 3 ക്ഷേത്രങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായ ഒരു ദിവ്യദർശനത്തിന്റെ കഥയും ദക്ഷിണ കേരളത്തിൽ പ്രസിദ്ധമായ ദിക്കുബലിയും പർണേറ്റും തലമുറകളിലൂടെ കൈമാറി വന്ന അനുഷ്ഠാന സമ്പത്തും ഈ ക്ഷേത്രത്തെ വേറിട്ടതാക്കും. അടിയങ്ങൾക്കേകണമാശ്രയം നീ, അടിയങ്ങൾക്കേകണമാശ്രയം നീ. ഭുവനേശ്വരി ഭവാനി. ഒരിക്കൽ വെങ്ങാനൂർ പുത്തളത്തെ വലിയ കാരണവരുടെ സന്നിധിയിലേക്ക് 2 സ്ത്രീകളെത്തി. അവർ കുടിക്കാൻ ഒരു കരിക്ക് ചോദിച്ചു. കാരണവർ ഭക്തിപൂർവം ഒരു കരിക്ക് നൽകി. കരിക്കുവെള്ളം കുടിച്ച ഉടൻ തന്നെ ആ സ്ത്രീകൾ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് അപ്രത്യക്ഷരായി. ദിവസങ്ങൾക്ക് ശേഷം കാരണവർക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ആ ദിവ്യദർശനത്തിൽ ആ സ്ത്രീകൾ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്ഥാനം നൽകി പ്രതിഷ്ഠിക്കണം എന്നാവശ്യപ്പെട്ടു. ആ സ്വപ്ന ദർശനത്തെ ദൈവകൽപ്പനയായി സ്വീകരിച്ചാണ് ഈ പ്രദേശത്ത് 3 ദേവീ സങ്കേതങ്ങൾ രൂപം കൊണ്ടതെന്നാണ് വിശ്വാസം. 4 യുഗങ്ങളെ കാവൽ നിർത്തുന്ന സ്നേഹമാധുര്യമാം തണലിൽ, 4 യുഗങ്ങളെ കാവൽ നിർത്തുന്ന സ്നേഹമാധുര്യമാം തണലിൽ. വിശാലമായ ചുറ്റുമതിലിനുള്ളിലാണ് മുടിപ്പുര. ശ്രീകോവിലിൽ പ്രധാന പ്രതിഷ്ഠ നീലകേശി തിരുമുടിയാണ്. ചുറ്റും അഴികളോടുകൂടിയ നാലമ്പലം, ചന്തത്തിൽ തൂങ്ങുന്ന അനേകം തൂക്കുവിളക്കുകൾ, മുന്നിൽ മനോഹരമായ നടശാല. ഭവാനി. കൽപ്പാന്തകാലം കൈകൂപ്പി നിൽക്കുമീ കാളീ സങ്കൽപ്പ നടയിൽ, കൽപ്പാന്തകാലം കൈകൂപ്പി നിൽക്കുമീ കാളീ സങ്കൽപ്പ നടയിൽ. 4 വേദങ്ങളെ നാവിലുണർത്തുന്ന സർവവിജ്ഞാനത്തിൻ നിറവിൽ. രാവിലെ 6 മുതൽ 9 വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയുമാണ് ക്ഷേത്ര നട തുറക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു സവിശേഷത വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട വാഴ്ത്തിമാർ എന്നറിയപ്പെടുന്ന കൊല്ലന്മാരാണ് പൂജ നിർവഹിക്കുന്നത്. കേരളത്തിലെ അപൂർവമായ ആരാധനാ പാരമ്പര്യങ്ങളിൽ ഒന്നാണിത്. ഭുവനേശ്വരി ഭവാനി. പരമേശ്വരി ശിവാനി. അവിടുത്തെ തൃപ്പാദം തേടി വന്നെത്തിടും അടിയങ്ങൾക്കേകണമാശ്രയം നീ, അടിയങ്ങൾക്കേകണമാശ്രയം നീ. ഭുവനേശ്വരി ഭവാനി. അറിവമ്മ അലിവമ്മ അമൃതമ്മ. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ മാതൃഭാഷ പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാകണം. വീട്ടിൽ സംസാരിക്കുന്നത് മാതൃഭാഷയിൽ തന്നെയായിരിക്കണം. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിവും അഭിമാനവും ഉണ്ടാകത്തക്ക വിധം വേണം കുട്ടികളെ വളർത്തുവാൻ.
അമ്മയുടെ വാക്കുകളിലൂടെ മാതൃഭാഷയെ അറിയുവാൻ നമുക്കാകട്ടെ.